കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്ര മീനഭരണി തൂക്ക മഹോത്സവം ഇന്ന് 8ാം ദിനം നടക്കുകയാണ്. വെങ്കഞ്ഞി മുടിപ്പുരയിൽ എഴുന്നള്ളത്ത ചടങ്ങുകൾ നടക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ക്ഷേത്ര സന്നിധിയിൽ നിന്നും KP സുരേഷ് കുമാർ ചേർന്നുണ്ട്. KP സുരേഷ്, എന്തായാലും ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ചടങ്ങുകളൊക്കെ തന്നെയും വളരെയധികം ഭക്തി നിർഭരമായി പുരോഗമിക്കുകയാണ്. എത്രത്തോളം ഭക്തജന തിരക്കാണ് ഈ ചടങ്ങുകൾ കാണാനായി എത്തിച്ചേർന്നിട്ടുള്ളത്? ഹലോ 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 യെസ്, KP കേൾക്കാമെങ്കിൽ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. എത്രത്തോളം ആ ഒരു ചടങ്ങുകൾ കാലാകാലങ്ങളായി നടത്തുന്ന ചടങ്ങുകളൊക്കെ തന്നെയും യാതൊരു കുറവും കൂടാതെ ഇത്തവണയും മനോഹരമായി നടക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നിരവധി ആളുകൾ ഇത് തത്സമയം വീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ ചടങ്ങുകൾക്കൊക്കെ തന്നെയും മനോഹരമായ വർണ്ണശബളമായിട്ടുള്ള ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. KP, എത്രത്തോളം തിരക്കാണ് ഇത്തവണ ഉള്ളത്? വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് കൊല്ലങ്കോട് വെങ്കഞ്ഞി വട്ടവേള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് മീനഭരണി തൂക്ക മഹോത്സവത്തിൻ്റെ 8ാം സുദിനമാണ്. വിഷ്ണു, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലങ്കോട് വെങ്കഞ്ഞി വട്ടവിള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി തൂക്ക മഹോത്സവം ഇന്ന് 8ാം സുദിനമാണ്. അതിന്റെ ഇടനെള്ളത്ത് ചടങ്ങാണ് ഇപ്പോൾ തത്സമയം ജനം ടിവിയുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 5 മണിക്കാണ് പള്ളി ഉണർത്തൽ ചടങ്ങോടെ ഈ ഉത്സവത്തിന്റെ ഇന്നത്തെ 8ാം സുദിനത്തെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് തിരുനട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഉഷപൂജ, മഹാഗണപതി ഹോമം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. തുടർന്ന് നമസ്കാരവും തൂക്കക്കാരുടെ ശയന പ്രദക്ഷിണവും നടന്നു. വൈകിട്ട് തിരുനട തുറക്കലും നമസ്കാരവും സന്ധ്യാദീപാരാധനയും നടന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ എഴുന്നള്ളത്ത് നടക്കുന്നത്. ഭദ്രയായും രുദ്രയായും കുടികൊള്ളുന്ന കൊല്ലങ്കോട് അമ്മയുടെ 2 ഭാവങ്ങളിലുള്ള ഈ തിരുമുടിയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത്. ഈ പ്രദക്ഷിണത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞായറാഴ്ചയാണ് പ്രഖ്യാതമായ ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം. ഞായറാഴ്ച രാവിലെ 6:30 തൂക്ക നേർച്ചയ്ക്ക് തുടക്കം കുറിക്കുക. തൂക്കക്കാരുടെ ഒരുങ്ങിവരവ് ഘോഷയാത്ര രാവിലെ കീഴ്വിളാകം തറവാട്ടിൽ നിന്നും കച്ചേരിനട കണ്ണനാകം വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. പിന്നീടാണ് ഈ തൂക്ക നേർച്ചയിലേക്ക് 1124 കുഞ്ഞുങ്ങളെയാണ് ഇക്കുറി തൂക്ക നേർച്ചക്ക് വഴിപാടായി തൂക്ക നേർച്ച നടത്തുന്നത്. 1150 തൂക്കക്കാരാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ തൂക്ക നേർച്ചയിൽ ഈ തേരിൽ ഉയരുക. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ്. തൂക്കക്കാരുടെ നമസ്കാര ചടങ്ങുകളൊക്കെയും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എഴുന്നള്ളത്ത് ഭദ്രയായും രുദ്രയായും വാണിരുന്ന കൊല്ലങ്കോടമ്മയുടെ തിരുസന്നിധിയിൽ എഴുന്നള്ളത്ത് ചടങ്ങാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 ദിവസമായി ഈ ഉത്സവത്തിൽ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നും ജനസഹസ്രങ്ങളാണ്, ഭക്തർ സഹസ്രങ്ങളാണ് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ചടങ്ങ് 8ാം ദിവസത്തെ ചടങ്ങ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ദേവിയുടെ എഴുന്നള്ളത്ത് അമ്മ കൊല്ലങ്കോട് അമ്മ 2 ഭാവങ്ങളിലാണ് കുടികൊള്ളുന്നത്. ഭദ്രയായും രുദ്രയായും കുടികൊള്ളുന്ന അമ്മയുടെ ആ 2 ഭാവങ്ങളിലുള്ള മുടിയാണ് ഇപ്പോൾ പുറത്തേക്ക് എഴുന്നള്ളിയിരിക്കുന്നത്. വാദ്യമാരാണ് ഈ ചടങ്ങിൽ അമ്മയുടെ മുടിയേറ്റുന്നത്. ഈ കൊല്ലങ്കോടിൻ്റെ ആ ഒരു പേരും പെരുമയും പോലെ തന്നെ കൊല്ല സമുദായത്തിൽപ്പെട്ട പൂജാരിമാർ, അവരെ വാദ്യമാർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വാദ്യമാരാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. അവരാണ് ഈ 2 ഭാവങ്ങളിലുള്ള അമ്മയുടെ തിരുമുടി
ശിരസിൽ അണിഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണം വയ്ക്കുന്നത്. അത് കാണാൻ, അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ കൊല്ലങ്കോട് അമ്മയുടെ തിരുസന്നിധിയിലെത്തി അമ്മയുടെ തിരുസ്വരൂപങ്ങൾ നേരിട്ട് കണ്ട് സായുജ്യമടയാൻ, അങ്ങനെ ആ ഒരു പുണ്യദർശനത്തിന് വേണ്ടി ജനസഹസ്രങ്ങൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ സവിധത്തിലേക്ക്, ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്തർ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറെ പ്രഖ്യാതമായ ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് പിള്ളത്തൂക്കം, കൊല്ലങ്കോട് തൂക്കം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. ഏകദേശം 10 ലക്ഷത്തോളം പേർ ആ ഒരു ദിവസം ഞായറാഴ്ച മാത്രം ഈ കൊല്ലങ്കോട് എന്ന തീരദേശ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തും. മറ്റൊരു ജനസാഗരമായി ഈ കൊല്ലങ്കോട് അമ്മയുടെ തിരുസന്നിധി മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ഒരുക്കങ്ങൾ തന്നെയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും 2 സർക്കാരുകളുടെയും ഏകോപനമാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും കേരള ഗതാഗത വകുപ്പിൻ്റെയും ഒപ്പം തമിഴ്നാട് ഗതാഗത വകുപ്പിൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ ഗതാഗത സൗകര്യം ഒരുക്കുന്നത്. ഏത് സ്ഥലത്തു നിന്നും ഇവിടേക്ക് വരാനും പോകാനുമുള്ള എല്ലാ സൗകര്യങ്ങളും KSRTCയുടെ ഭാഗത്ത് നിന്നും ഒരുക്കിയിട്ടുണ്ട്. മറ്റ് വളണ്ടിയേഴ്സിൻ്റെ പരിശ്രമവും അവരുടെ ഇടപെടലും എടുത്തു പറയേണ്ടതാണ്. ഒപ്പം സംസ്ഥാന സർക്കാരുകളുടെ 2 സംസ്ഥാന സർക്കാരുകളുടെയും പോലീസ് സേനയുടെ ഒരു വിഭാഗം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഞായറാഴ്ച കൂടുതൽ പോലീസ് സേന ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചേരും. തമിഴ്നാട് ഈ കന്യാകുമാരി ജില്ലയുടെ പോലീസ് മേധാവി തന്നെ ഇവിടെ വന്ന് അതിന് നേതൃത്വം വഹിക്കുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഘാടകർ അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടേക്ക് വന്നു ചേരുന്ന ഒരു ഭക്തനും ഒരു വിഷമവും ഇല്ലാതെ വന്ന് അമ്മയെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങി തിരിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് ഇവിടെ ഈ ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രം ഒരു നാടിന്റെ ഉത്സവമാണ്, ഒരു ദേശത്തിന്റെ ഉത്സവം തന്നെയാണ്. ക്ഷേത്ര ഭാരവാഹികൾ ഇതിന് നേതൃത്വം വഹിക്കുന്നുണ്ടെങ്കിലും ഇവിടെ എത്തുന്ന ഈ നാട്ടിലെ ഓരോരുത്തരും ആതിഥ്യമര്യാദയുടെ മറ്റൊരു ഭാവം തന്നെയാണ് എല്ലാവർക്കും സമ്മാനിക്കുന്നത്. കാരണം ഇവിടെ എത്തിയ എല്ലാവർക്കും അവർ തങ്ങളുടെ വീടുകളിൽ ആതിഥ്യമര്യാദയോടെ സൽക്കരിക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ദേവി ഞങ്ങളുടേതാണ്, ഈ നാട് ഞങ്ങളുടേതാണ്, നിങ്ങൾ ഞങ്ങളുടെ ദേവിയെ കാണാൻ വരുമ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി, എന്നുള്ള ഒരു ഭാവത്തോടുകൂടി തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരെയും ഈ പ്രദേശവാസികൾ സ്വീകരിക്കുന്നത്. അങ്ങനെ ആതിഥ്യമര്യാദയുടെ മറ്റൊരു തലം തന്നെ നമുക്ക് ഈ കൊല്ലങ്കോട് എന്നുള്ള തീരദേശ ഗ്രാമത്തിൽ കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭദ്രയായും രുദ്രയായും കുടികൊള്ളുന്ന വാണരുളുന്ന കൊല്ലങ്കോടമ്മയുടെ ആ 2 ഭാവങ്ങളിലുള്ള മുടിയാണ് ഇപ്പോൾ വാത്തിമാർ ശിരസിലേറ്റി പ്രത്യേക താളത്തോടുകൂടി ഈ ക്ഷേത്രത്തിന് ചുറ്റും വലം വെക്കുന്നത്. ആ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊല്ലങ്കോട് വാണരുളും ശക്തിസ്വരൂപിണിയുടെ തിരുസന്നിധിയിലിതാ എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനഭരണി മഹോത്സവം നാടിൻ്റെ മഹോത്സവമായിട്ട് തന്നെയാണ് കൊണ്ടാടുന്നത്. 1124 കുഞ്ഞുങ്ങളാണ് അമ്മയുടെ തിരുമുന്നിൽ ഇക്കുറി വില്ലിൽ തൂങ്ങുന്നത്. ഇതിനായി നിയോഗിക്കപ്പെട്ട 1150 തൂക്കക്കാരുടെ നമസ്കാര ചടങ്ങുകളടക്കം കഴിഞ്ഞ ദിവസം ജനം TV-യിലൂടെ പ്രേക്ഷകർ കണ്ടതാണ്. അങ്ങനെ 1150 തൂക്കക്കാർ മാനസികവും ശാരീരികവുമായ തയ്യാറെടുപ്പുകളോടുകൂടി ഞായറാഴ്ച നടക്കുന്ന ഈ മീനഭരണി ദിവസം, അതായത് അമ്മയുടെ പിറന്നാൾ സുദിനമാണ്. ആ പിറന്നാൾ സുദിനം നടക്കുന്ന ഈ തുകമഹോത്സവത്തിൻ്റെ ഈ കുഞ്ഞുങ്ങളെ തൂക്കൽ ചടങ്ങിൽ നിയോഗിക്കപ്പെട്ട അവരൊക്കെയും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവരോരോരുത്തരും ഈ ഒരു ദിവസത്തിനായി ആകാംക്ഷയോടെ ഭക്തിനിർഭരം കാത്തിരിക്കുകയാണ്. എല്ലാവരും ഈ ഭക്തസഹസ്രങ്ങളൊക്കെയും ആ മനോഹരമായ കാഴ്ചയിലേക്ക്, ഭക്തിനിർഭരമായ കാഴ്ചയിലേക്ക് കാത്തിരിക്കുകയാണ്. അങ്ങനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട തൂക്കക്കാരുടെ ശാരീരിക മാനസിക ക്ഷമത ഉറപ്പുവരുത്തിയിട്ട് അതിനുശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. സന്താന ലബ്ധിക്കായി അമ്മയോട് പ്രാർത്ഥിച്ച് പിന്നീട് അനുഗ്രഹം ലഭിച്ചവരാണ് ഇവിടെ കുഞ്ഞുങ്ങളുമായി എത്തുക. വൈവാഹിക ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ വിഷമത അനുഭവിക്കുന്ന ദമ്പതിമാർ അവർ ഈ സന്നിധിയിലേക്ക് വന്ന്, ഈ സവിധത്തിലേക്ക് വന്ന് കുഞ്ഞുങ്ങളെ തരണമേ എന്ന് വിളിച്ച് അനുഗ്രഹം തേടുകയും പിന്നീട് കുഞ്ഞുങ്ങൾ ആ ഒരു സന്താന സൗഭാഗ്യം ലഭിച്ചതിന് ശേഷം ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് വന്ന് ഈ അമ്മയുടെ തിരുമുന്നിൽ ഈ കുഞ്ഞുങ്ങളെ വില്ലിൽ തൂക്കുന്ന ചടങ്ങാണ് ലോകപ്രശസ്തമായ പ്രഖ്യാതമായ കൊല്ലങ്കോട് തൂക്കം എന്നറിയപ്പെടുന്നത്. ഇക്കുറി 1124 കുഞ്ഞുങ്ങളെയാണ്
ഈ തൂക്ക നേർച്ചയ്ക്കായി ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1150 തൂക്കക്കാരും ഇതിൻ്റെ ഭാഗമായി ഈ ക്ഷേത്ര സന്നിധിയിൽ പ്രത്യേക വേഷവിധാനങ്ങളോടുകൂടി പ്രത്യേക ആചാര അനുഷ്ഠാനങ്ങളോടെ എത്തിച്ചേർന്ന് ഈ അമ്മയുടെ തിരുസന്നിധിക്കു ചുറ്റും വില്ലിൽ തൂങ്ങുന്ന മനോഹരമായ കാഴ്ച നമുക്ക് മറ്റന്നാൾ മുതൽ ഞായറാഴ്ച മുതൽ കാണാൻ സാധിക്കും. ആദ്യം ഈ 4 പേരാണ് ഈ വില്ലിൽ തൂങ്ങുന്നത്. ആദ്യത്തെ ഈ പ്രദക്ഷിണത്തെ അമ്മത്തൂക്കം എന്നാണ് പറയുന്നത്. അത് ദേവിക്ക് വേണ്ടിയുള്ള തൂക്കം എന്നാണ് അതറിയപ്പെടുന്നത്. പിന്നീടാണ് ഇതിനായി നിയോഗിക്കപ്പെട്ട തൂക്കക്കാർ പ്രത്യേകം രജിസ്റ്റർ ചെയ്തതിനനുസരിച്ചിട്ടാണ് ആ നമ്പറുകൾക്കനുസരിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ വിളിക്കുക. മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ഈ തൂക്കക്കാരുടെ കൈകളിലേക്ക് ആ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. ഈ തൂക്കക്കാർ ആ വില്ലിൽ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉയരുന്നു. പിന്നീട് ഈ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. പിന്നീട് കുഞ്ഞുങ്ങളെ ആ അമ്മമാർക്ക് ആ മാതാപിതാക്കൾക്ക് നൽകുന്ന മനോഹരമായ കാഴ്ച. ആ കാഴ്ചയുടെ തത്സമയ ദൃശ്യങ്ങളും ജനം TV രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരുടെ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് മീനഭരണി തൂക്ക മഹോത്സവത്തിൽ KP സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്ര മീനഭരണി തൂക്ക മഹോത്സവം ഇന്ന് 8ാം ദിനം നടക്കുകയാണ്. വെങ്കഞ്ഞി മുടിപ്പുരയിൽ നിന്നുള്ള എഴുന്നള്ളത്ത് ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ വലിയ ഭക്തജന തിരക്കാണ് അമ്മയുടെ ഈ ഒരു എഴുന്നള്ളത്ത് കാണാനായി എത്തിയിട്ടുള്ളത്. വിവിധ ദേശങ്ങൾ കടന്ന് അതിർവരമ്പുകളില്ലാതെ ജനങ്ങൾ കൊല്ലങ്കോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വളരെയധികം ഭക്തി നിർഭരമായി ആ ഒരു ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്.